ക്രിപ്റ്റോക്സ് തന്ത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൂപ്പർ സെന്ററിൽ ഡബിൾ ഹെഡറാണ്. രണ്ടാമത്തെ മത്സരം റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസ് തമ്മിലാണ് മത്സരം. മുംബൈ ശരിയാണ് കഴിഞ്ഞ കളി വിജയിച്ചാണ് വരുന്നത്. പക്ഷേ അവർക്ക് ഇനി സെമിയിൽ കയറിയെങ്കിൽ കൂടുതൽ റിസ്ക് ആണ്. ഇനി എല്ലാ മത്സരം വിജയിക്കണം. അത് മാത്രം പോരാ, ടോപ്പ് 4 നിൽക്കുന്ന രണ്ട് ടീമുകൾക്ക് പരാജയപ്പെടുന്ന എല്ലാ കളികളും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ മുംബൈക്ക് ഉണ്ട്. എതിരാളികൾ RCB ആണ്. RCBനെ പരാജയപ്പെടുത്താൻ മുംബൈക്ക് സാധിക്കുന്നു. നമുക്കതിന് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോപ്പർ ലൈനെ പറ്റി കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. മത്സരം റായ്പൂരിലാണ് മത്സരം നടക്കുക. മഴ ഭീഷണിയാണ് റായ്പൂരിലും. നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഹെവി റെയിനാണ്. ഇപ്പോൾ കവറിലാണ് പിച്ച് നിൽക്കുന്നതാണ് പിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ റായ്പൂരിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നല്ല രീതിയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 5 മണി 6 മണി മഴയൊക്കെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നുണ്ട്. എന്നാൽ പോലും ലേറ്റ് നൈറ്റ് മഴ വരാൻ ചാൻസ്, അതായത് ഒരു 8, 9 മണി 10 മണിക്കൊക്കെ വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇപ്പോൾ പറയപ്പെടുന്നത്. മത്സരം നടന്നാൽ അത് പിച്ച് ഒരുപാട് സ്കോറിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബിഗ് സ്കോറിലേക്ക് പ്രതീക്ഷിക്കേണ്ട. ഒരു 170, 180 എന്നും പ്രിഡിക്ട് ചെയ്യുന്ന ഒരു സ്കോർ. IPL ലാസ്റ്റ് ഗെയിം റായ്പൂർ നടത്താൻ പറയാം 2016-ലാണ്. 2 T20s മാത്രമേ ഇവിടെ ജനുവരി 2018 ശേഷം നടന്നിട്ടുമുള്ളൂ. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പക്ഷെ റായ്പൂരിലെ പിച്ച് പൊതുവെ ബാറ്റേഴ്സ് അനുകൂലമായി പിച്ചാണ്. പക്ഷെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ബോളേഴ്സിനും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യത. അതാണ് ഞാൻ പറഞ്ഞത് 150, 190, 70 വരാനുള്ള ചാൻസേ കൂടുതലുള്ളൂ. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇപ്പൊ മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ഇന്ന് ആരെ മുംബൈ നയിക്കും? ഹാർദിക് കളിക്കുമോ? സൂര്യ കളിക്കുമോ? അപ്പൊ ഇന്ന് ആരെ നയിക്കുമെന്ന ചോദ്യമാണ്. ഇപ്പൊ അതിന് കൃത്യമായിട്ട് ഉത്തരവാദി നൽകിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. പിന്നെ പക്ഷെ അത് കളിക്കുന്ന സംശയങ്ങൾ. പിന്നെ സൂര്യകുമാർ യാദവ് എന്തായാലും കളിക്കുമെന്നാണ് പറയുന്നത്. ഹാർദിക് പാണ്ഡ്യ ജോയിൻ ബൈ സ്കോഡിംഗ് റായ്പൂർ വൈ സൂര്യകുമാർ യാദവ് വൈ അറൈവ് ഓൺ സൺഡേ മോർണിംഗ് എന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ പാണ്ഡ്യ കഴിഞ്ഞ കളി മിസ് ചെയ്യുന്നത്, അതായത് ബാക്ക് പെയിൻ കാര്യമാണ് അദ്ദേഹം മിസ് ചെയ്യാൻ കാരണമുണ്ടായത്. പക്ഷെ ഇവിടെ അദ്ദേഹം കളിക്കുമെന്നാണ് ഇപ്പോൾ സാധ്യത കൂടുതലെന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം കളിച്ച് അദ്ദേഹം ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ പിന്നെ സൂര്യകുമാർ ക്യാപ്റ്റനായിട്ട് ഉണ്ടാവും. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫിൽസായിട്ട് ഇന്നും കളിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ RCB ടീമിൽ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഭുവനേശ്വർ കുമാർ ഇപ്പൊ ന്യൂ ബോൾ കൊണ്ട് മാസീവ് എഫക്റ്റ് ആണ് RCB ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂ ബോൾ കൊണ്ടും ഡെത്ത് ഓവറിലും. അപ്പൊ ഇന്ന് അവർക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. രോഹിത് ശർമ്മയും റിയാൻ റിക്കൽട്ടിനൊക്കെ വിക്കറ്റ് വീഴ്ത്താൻ ഭുവനേശ്വരനാകുമോ എന്ന കാര്യത്തിലാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ റിയാൻ റിക്കൽട്ട് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഹിറ്റ്മാന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അദ്ദേഹവും മികച്ച രീതിയിൽ കഴിഞ്ഞ കളി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം മറക്കേണ്ടതില്ലല്ലോ. പിന്നീട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ മുംബൈക്ക് ഇന്ന് വിജയിച്ചേ പറ്റൂ. അപ്പൊ അവരുടെ ടീമിലേക്ക് കൂടുതൽ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പൊ ഹാർദിക് പാണ്ഡ്യ കളിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ അവർ ഷർഫൻ റിദർഫോർഡ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഒരു ഇന്ത്യൻ ബോളേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ചാൻസ് സാധാരണ ഇപ്പോൾ കൂടുതലും കാണുന്നത്. ബാറ്റിംഗ് കുറച്ച് ഡെപ്ത് ആക്കേണ്ട സാഹചര്യമാണല്ലോ ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ജേക്കബ് ബെത്തലിന്റെ കാര്യം, അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ ബെത്തല് ആദ്യം തന്നെ അടിച്ചിട്ട് ഔട്ടായി പോകുന്നു. അതിന് കൂടുതൽ റൺസ് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് വലിയ പരിഹാരം അവർ കാണിക്കുന്നതായിട്ട് സംശയമുണ്ട്. ഒരു പക്ഷേ ജോർഡൻ കോക്സ് വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണ് നമുക്ക് 2 ടീമിൽ പ്രോബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ MIയുടെ കാര്യത്തിൽ രോഹിത് ശർമ്മ റിയാൻ റിക്കൽട്ടിനെ കുറിച്ച് ഓപ്പൺ ചെയ്യും. നമ്മളുടെ നമ്പർ 3 സൂര്യകുമാർ യാദവ് നമ്പർ 4 തിലക് വർമ്മ നമ്പർ 5 കളിച്ചാൽ ഹാർദിക് പാണ്ഡ്യ ഓർ ഷർഫൻ റിദർഫോർഡ് നമ്പർ 6 ഉണ്ടാവും. നമ്പർ 7 റോബിൻ മീൻസ് ഓർ രാജ് ബാവ. നമ്പർ 8 ദീപക് ചഹർ, നമ്പർ 9 ട്രെന്റ് ബോൾട്ട്, നമ്പർ 10 അല്ലാഹ് ഗസൻഫർ, നമ്പർ 11 ജസ്പ്രീത് ബുംറ. ഇമ്പാക്ട് ആയിട്ട് അശ്വിനി കുമാർ, രഘു ശർമ്മയ്ക്ക് കളിക്കാൻ സാധ്യത കൂടുതലും കാണുന്നത്. ഇനിയിപ്പോ നമ്മുടെ RCBയുടെ കാര്യത്തിലേക്ക് വന്നാൽ ജേക്കബ് ബെത്തലും വിരാട് കോഹ്ലിയും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ 3 ദേവദത്ത് പടിക്കൽ, നമ്പർ 4 രജത് പട്ടിദാർ, നമ്പർ 5 ജിതേഷ് ശർമ്മ, നമ്പർ 6 ടിം ഡേവിഡ്, നമ്പർ 7 രമാരി ഷെപ്പേർഡ്, നമ്പർ 8 കുനാൽ പാണ്ഡ്യ, നമ്പർ 9 ഭുവനേശ്വർ കുമാർ, നമ്പർ 10 ജോഷി സെൽവുഡ്, നമ്പർ 11 സുയാഷ് ശർമ്മ. ഇമ്പാക്ട് ആയിട്ട് റാസിക് സലാം വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. മികച്ച പോരാട്ടം കാണാൻ സാധിക്കട്ടെ. നമ്മുടെ അഭിപ്രായത്തിൽ മുംബൈ ഇന്ത്യൻസ് വിജയിക്കുമെന്നാണ്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.